ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസുകളാണ് മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്തരം വീഡിയോസിലൊക്കെ അധികം എഡിറ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മെയിനായിട്ട് ആ ഒരു വീഡിയോയുടെ കളർ ഗ്രേഡിങ്ങും പിന്നെ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റും ഫോൺസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോൺസ് കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ഫോൺസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്യാപ്കട്ടിൽ ഇമ്പോർട്ട് ചെയ്യാമെന്നും മലയാളം ഫോൺസ് എങ്ങനെയാണ് നമ്മുടെ ക്യാപ്കട്ടിൽ കൊണ്ടുവരാമെന്നും ഞാൻ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ട വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സോങ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബീറ്റിനനുസരിച്ച് സെറ്റാക്കി വെക്കുക. സോ അത് ഞാൻ ഇവിടെ കാണിക്കില്ല, ജസ്റ്റ് ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യലും പിന്നെ ആ ഒരു ടെക്സ്റ്റ് ഫോണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണതാണ് കാണിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാം. ശേഷമാണ് നമ്മൾ ഫോണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെക്കൻഡായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ഓപ്ഷൻ എടുക്കുക. ദെൻ നമുക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു ബൊക്കി എന്ന് പറഞ്ഞ ഈ ഒരു ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ബാക്ക് അടിച്ചിട്ട് നമുക്ക് വീണ്ടും ഫിൽറ്റർ ഓപ്ഷൻ എടുക്കുക. ദെൻ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. സോ ഇവിടെ കുറയ്ക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ജസ്റ്റ് കോൺട്രാസ്റ്റും കൂട്ടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ കുറച്ച് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വിൻറ്റേജ് എന്ന് പറഞ്ഞു കാണും. ഓക്കെ, വിൻറ്റേജ് ജസ്റ്റ് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഡ്ജിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബ്ലാക്ക് ആയി കിട്ടും. ഓക്കെ, ഒരു വിൻറ്റേജ് ഫീലിൽ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ആ ഒരു ഫിൽറ്റർ നമുക്ക് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ ഫുള്ളാക്കി കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ ഡിഫറൻറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് മലയാളം ടെക്സ്റ്റ് തന്നെ ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ അത്യാവശ്യം ക്യാപ്ഷനൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ മഴക്കാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് ഇവിടെ ആഡാക്കി കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ കളറൊക്കെ മാറ്റാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ ഫോണ്ട് എടുക്കാം. ഫോണ്ടിൽ ഏഡ് ഫോണ്ട് കൊടുക്കുക. ദെൻ മൈ ഫോണ്ട് കൊടുത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോൺസിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫോൺസൊക്കെ നമുക്കിവിടെ കാണാം. സോ മലയാളം ഫോണ്ടൊക്കെ നമുക്ക് ML എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ML എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മലയാളം ഫോൺസൊക്കെ ഇവിടെ വരുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് വേണ്ട മലയാളം ഫോണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്യാപ്കട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്ക് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണോ അത് ഇതിലേക്ക് കൊണ്ടുവരണം. സോ നോർമലായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് വരില്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ക്രോം ഓപ്പൺ ആക്കിയിട്ട് FML ഓൺലൈൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സോ ദെൻ ഫസ്റ്റ് കാണുന്ന ആ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേലിലായിട്ട് നമുക്ക് വേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇവിടെ മഴക്കാലം വന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ നമുക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നേരെ അത് കോപ്പി ചെയ്തിട്ട് നേരെ നമുക്ക് ക്യാപ്കട്ടിൽ ചെന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു മലയാളം ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മലയാളം ഫോണ്ട് നമ്മുടെ വീഡിയോസിൽ ഇമ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളറ് ആ ഒരു ഷെയ്ഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യുക. സോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഫോൺസൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു ഇംഗ്ലീഷ് ഫോണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്യാപ്കട്ടിലേക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് പലതരത്തിലുള്ള വീഡിയോസിലാണ് ഈ ഒരു ക്യാപ്ഷൻ വെച്ചിട്ടുള്ള വീഡിയോസ്. സോ അത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻസ് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് കൊടുക്കുക. സോ ഞാൻ എക്സാമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫോണ്ട് സെലക്ട് ചെയ്യുക. സോ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടെ എഴുതാനുള്ളത് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ ആ ഒരു നോട്ടിൽ നിന്ന് ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു ക്യാപ്കട്ടിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക.
ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വീഡിയോയുടെ മേൽഭാഗത്തായിട്ടാണ് നമ്മൾ എല്ലാത്തിലും കണ്ടുവന്നത്. സോ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലർ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. സോ അത് നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കും. സോ അതിനെ നമുക്ക് എഫക്ട് സെക്ഷനിൽ പോവുക. ജസ്റ്റ് സെർച്ചിൽ ഹെഡ്സി എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ നമുക്ക് ഓൾ ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് അതിൻ്റെ ബ്ലറിൻ്റെ ആ ഒരു കൗണ്ട് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഒരു 11 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ രീതിയിൽ സൈഡിലൊക്കെ ആ ഒരു ബ്ലർ വന്നിട്ടുണ്ട്. സോ വീഡിയോ കുറച്ചുകൂടെ സ്മൂത്തായി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.